ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേണി വിത്ത് വിസ്മു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റഡി സീരീസ് പാർട്ട് 2 ആണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മുടെ പോർഷൻസ് അനദർ ഡേ ഇൻ പാരഡൈസ് മുതൽ ത്രിൽസ് ആൻഡ് ത്രിൽസ്, ബേർഡ് വാച്ചിങ് വരെയാണ്. വൈൽഡ് സ്വാൻസർ കൂളില്ല, എത്ര 5 ചാപ്റ്ററേ ഉള്ളൂ, പിന്നെ ഫസ്റ്റ് ടേമും കൂടെ ചേർത്ത്. പിന്നെ നമുക്കിനി എക്സാമിന് ആകെ 9 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനി 9 ഡേയ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് പാനിക് ആവാതെ ഉള്ള സമയം ഇരുന്ന് പഠിക്കണം. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് വൈകുന്നേരം തുടങ്ങി നാളെ വൈകുന്നേരം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങി നാളെ രാവിലെ തീരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെഡ്യൂളിൽ ആ ഒരു വിഷയം പഠിച്ച് തീർക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അനദർ ഡേ ഇൻ പാരഡൈസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ ആണ്. അഫ്കോഴ്സ് കാര്യം സോങ് പോയമായിരുന്നൊക്കെ ചോദിക്കാവുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ആയിരിക്കും. പൊയറ്റിക് ഡിവൈസ്, തീം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. അതിൽ തീം പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതായത് നമ്മുടെ സോഷ്യൽ ഇൻഡിഫറൻസ് ആണ് മെയിൻ തീം. അടുത്ത ചാപ്റ്റർ വാർ. പേര് പോലെ തന്നെ യുദ്ധസമയത്ത് ഉള്ള സോൾജിയേഴ്സും യുദ്ധത്തിന് വേണ്ടി പോരാടുന്ന സോൾജിയേഴ്സും അതിൻ്റെ ബാക്കിലുള്ള ഫാമിലി, അവരുടെ ഫാമിലി അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അവരുടെ സഫറിങ്സ്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ വാർ എന്ന ചാപ്റ്ററിൽ വരാവുന്ന ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു സ്പീച്ച് വരാം ആ വാറിനെ സംബന്ധിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ളത്. പിന്നെ ചാപ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ നമ്മുടെ അതിലെ വുമൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, വുമൻ്റെ ഡയറി എൻട്രി ചോദിക്കാം. സ്റ്റൗട്ട് മാനോട് ആ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ ലാസ്റ്റ് പോർഷൻ ബേസ് ചെയ്ത് ഡയറി എൻട്രി ചോദിക്കാം, അവർ അത്രയും വിഷമിച്ച സമയത്ത്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, പിന്നെ നമ്മുടെ സ്റ്റൗട്ട് മാൻ്റെ ഡയറി എൻട്രി ചോദിക്കാം, ലെറ്റർ, അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന ലെറ്റർ, അങ്ങനെ എന്ത് വേണോ ചോദിക്കാം. കാര്യം കുറേ ഡിസ്കോഴ്സൊക്കെ വരുന്നുണ്ട് ഈ സ്റ്റോറിയിൽ നിന്നൊക്കെ. അടുത്ത ചാപ്റ്റർ പീസ് ഓഫ് സ്ട്രിങ്, അതും ഒരു സ്റ്റോറിയാണ്. അതെന്ന് വെച്ചാൽ ഈ സത്യം അറിയാതെ എന്താ പറയുക, ഒരാളെ കുറ്റാരോപിതനാക്കിയിട്ട് ഇങ്ങനെ ഫോൾസ്ലി അക്യൂസ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ തീം. ഒരു ഷോർട്ട് സ്റ്റോറി പീസ് ഓഫ് സ്ട്രിങ്. അതിൽ നിന്ന് വരാവുന്ന മെയിൻ ഡിസ്കോഴ്സ് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഹോച്ച്കോമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഹോച്ച്കോം എല്ലാവരെയും നിന്നും ഭയങ്കര എന്താ പറയുക കുറ്റപ്പെട്ട് ഭയങ്കര ഷെയിമായ ആ ഒരു ദിവസത്തെ ഹോച്ച്കോമിൻ്റെ ഡയറി ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച്. പിന്നെ ഒരു റൈറ്റപ്പ് ചോദിക്കാൻ പറ്റുന്ന വെച്ചാൽ സൊസൈറ്റി എങ്ങനെയാണ് എങ്ങനെയാണ് സൊസൈറ്റിക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക, അയാളെ നല്ല കാര്യങ്ങളും ചീത്തയും കൊണ്ടുവന്ന് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടൊരു റൈറ്റപ്പ് ചോദിക്കാം. ന്യൂസ് റിപ്പോർട്ട്, ഹോച്ച്കോമിൻ്റെ ഡയറി എൻട്രി, ക്യാരക്ടർ സ്കെച്ച്, മേയറിൻ്റെ ഡയറി എൻട്രി ചോദിക്കാം. അതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തതായി നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ശാകുന്തളം. ശാകുന്തളത്തിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കിങ് ദുഷ്യന്തൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നെ ശകുന്തളേൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. കാര്യം കിങ് ദുഷ്യന്തനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. കാര്യം ചിലപ്പോൾ ശകുന്തളയും ചോദിക്കാം, രണ്ടും നമ്മൾ അറിയണമല്ലോ. ദുഷ്യന്തനാണല്ലോ അതിലെ മെയിൻ ക്യാരക്ടർ, നല്ലൊരു വാരിയറാണ്. അപ്പോൾ അയാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നെ അതിൽ നിന്ന് ലേബറിൻ്റെ കിടക്കുന്ന വെച്ചാൽ നമ്മുടെ ദുഷ്യന്തൻ്റെ ഒരു ഡയറി ഉണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു നറേഷനോ റൈറ്റപ്പോ കൂടെ ചോദിക്കാം, നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അടുത്തതായിട്ട് നമ്മുടെ ബേർഡ് വാച്ചിങ്ങിൻ്റെ ചാപ്റ്റർ. അത് നമുക്ക് ടെക്സ്റ്റ് നല്ലോണം റീഡ് ചെയ്യണം, കാര്യം അതിൽ കുറേ ബേർഡ്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് വരാവുന്ന ഒരു ഡിസ്കോഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ യെല്ലോ നേപ്ഡ് യൂഹിനെ കണ്ട ടൈമിൽ സലീം അലി എന്താ പറയുക മരണത്തിൻ്റെ വക്കിലേക്കൊക്കെ പോയില്ല. അപ്പോൾ അത്രയും ട്രാജിക് ഉള്ളൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഡേ രാത്രിയുള്ള ഡയറി എൻട്രി ഒക്കെ ചോദിക്കാം. പിന്നെ ഒരു സ്പീച്ച് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ അങ്ങനെ കോൺവെർസേഷൻ, അങ്ങനെ എന്തുകൊണ്ടോ ചോദിക്കാം. ആൻഡ് അറ്റ് ലാസ്റ്റ് ഗ്രാമർ പാർട്ടിൽ നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ എന്ന് പറയുമ്പം ഫ്രേസൽ വെർബ് ചോദിക്കാം. പിന്നെ ഫ്രേസൽ വെർബ് എഡിറ്റിങ്, ഇറേഴ്സ് എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ ചോദിക്കാം. കോൺവെർസേഷൻ കംപ്ലീഷൻ, അതിൽ തന്നെ ഇഫ് ക്ലോസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കോൺവെർസേഷൻ കംപ്ലീഷൻ, എഡിറ്റിങ്, ഫ്രേസൽ വെർബ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ പ്രിപ്പോസിഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പം അവർ തരുന്ന പ്രിപ്പോസിഷൻ അല്ലാത്ത വേർഡ്സ് വെച്ച് വരാം. പിന്നെ പ്രിപ്പോസിഷൻ മാത്രം അങ്ങനെ പ്രിപ്പോസിഷൻ മാത്രം വെച്ചും ചോദിക്കാം. പിന്നെ എക്സാമിൽ എപ്പോഴും കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനും കാണിച്ച ഒരു പാസേജ് തന്നിട്ട് അതിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും മാക്സിമം ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചോളാം. സോ ബൈ.